The third aspect of financial analysis is to estimate the sales and production. നമ്മൾ മൂന്നാമത്തെ ആസ്പെക്റ്റായിട്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു തിങ്ക് സർട്ടൈൻ ആസ്പെക്റ്റ്, അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സർട്ടൈൻ തിങ്സ് ഷുഡ് ബി കൺസിഡേർഡ്. അതായത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അഡ്വൈസബിൾ ടു think that a high capacity utilization or production in the initial level, അതായത് ഒരു പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ എപ്പോഴും ശരിയല്ല. കാരണം പലപ്പോഴും അതിന് നമുക്ക് പോസിബിൾ ആവില്ല. അപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു 50% or in the initial year we can say that ഒരു 40-50% installed capacity in the first year. ഒരു ഫസ്റ്റ് ഇയറിലൊരു നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ ഒരു 40-50% മാത്രമേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രമാത്രമേ നമുക്ക് ചിലപ്പോൾ മാനുഫാക്ചർ ചെയ്യാനും സെയിൽ ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വി ക്യാൻ എക്സ്പെക്റ്റ് 50-80% ഇൻ ദ സെക്കൻഡ് ഇയർ or 80-90% in the third year. Therefore, in order to prepare, even before preparing the sales and the estimation of the production, first we have to think that it is not at all advisable to assume a high capacity production in the initial year. The next, never compromise with the stock and finished good. Both are entirely different ആണ്. അതായത് നമ്മൾ കറണ്ട് ഇയറിലെ ഫിനിഷ്ഡ് ഗുഡ്സും പ്രീവിയസ് ഇയറിലെ സ്റ്റോക്കും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരുമിച്ച് ക്ലബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ ഒരിക്കലും നടത്തരുത്. അതുപോലെ നമ്മൾ when we preparing the selling price of the product, that should be a price realizable by the company net of the excise duty ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഡീലേഴ്സ് കമ്മീഷൻ കൂടെ ഈ സെയിൽസ് പ്രൈസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ്, ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഷുഡ് ബി ദ പ്രസൻറ്റ് സെല്ലിംഗ് പ്രൈസ് തന്നെയായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എസ്റ്റിമേറ്റ്സ് ഓഫ് സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരിക്കലും ഒരു ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് ഇനീഷ്യൽ ഇയറിൽ. അതുപോലെ സ്റ്റോക്ക് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഒരിക്കലും ഒന്നാണെന്ന് ക്ലബ് ചെയ്യരുത്. അതുപോലെ സെല്ലിംഗ് പ്രൈസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എക്സൈസ് ഡ്യൂട്ടി കുറച്ചുകൊണ്ട് ഡീലേഴ്സ് കമ്മീഷനൊക്കെ ചേർക്കണം. അതേപോലെ അതെപ്പോഴും കറണ്ട് സെല്ലിംഗ് പ്രൈസ് എന്നുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വി ഹാവ് ടു പ്രിപ്പയർ ദ cost of production. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡ്സ് ദി കോസ്റ്റ് ഇൻകേർഡ് ഓൺ മെറ്റീരിയൽസ്. അതായത് ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ, നെക്സ്റ്റ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ്, മിനറൽ പ്രോഡക്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് സെമി പ്രോസസ്ഡ് മെറ്റീരിയൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് we have to calculate the utility cost. Utility cost എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഫോർ ഇലക്ട്രിസിറ്റി, പവർ സപ്ലൈ, വാട്ടർ റിസോഴ്സ് ഓർ എനി അതർ എനർജി റിസോഴ്സ് ആണ്. ഇതിൻ്റെയൊക്കെ കോസ്റ്റാണ് നമ്മൾ യൂട്ടിലിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലേബർ കോസ്റ്റ്. ലേബർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയേഴ്സ് ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം ദ ഹൈ ലെവൽ മാനേജീരിയൽ പോസ്റ്റ് ടു ദി വർക്കേഴ്സ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ തരത്തിലുള്ള കോസ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. Then finally, in cost of production, we must include the factory overhead cost. That means the cost incurred on maintenance, rent, tax, insurance, then other maintenance of other assets. നെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറയാം. അതായത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാകുന്ന എല്ലാ കോസ്റ്റുമാണ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഫിഫ്ത്ത് ആസ്പെക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, പ്രിപ്പയർ ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫിനാൻസിങ് ആണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോസ്റ്റ് വരും, അതെങ്ങനെയൊക്കെ ഫിനാൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫിഫ്ത്ത് ആസ്പെക്റ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്കിംഗ് ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ്, ദെൻ ഗുഡ്സ് ഇൻ പ്രോസസ്സ്, അതായത് വർക്കിംഗ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്, അതിൻ്റെ സ്റ്റോറേജ്, നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, കൺസ്യൂമബിൾ സ്റ്റോർസിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ
അതിന് വേണ്ടി വരുന്ന ചിലവുകളും അതെങ്ങനെയൊക്കെ ഫിനാൻസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ 5th ആസ്പെക്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു സ്റ്റാൻഡേർഡ് റെക്കമെൻഡഡ് ആയിട്ട് ടെൻഡൻ കമ്മിറ്റി ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തൊക്കെയായിരിക്കും അസറ്റ്സ്, അതിന് ഏകദേശം എത്രമാത്രം കോസ്റ്റ് മാർജിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആൾവേസ് എക്സ്പെക്റ്റ് അല്ലെങ്കിൽ ആൾവേസ് പ്രിപ്പയർ എ ത്രെഷോൾഡ് ലിമിറ്റ് ഫോർ ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് അറൗണ്ട് 10 to 25%. അതായത് ടോട്ടലിൻ്റെ ഒരു 10-25% മാത്രമേ നമ്മൾ റോ മെറ്റീരിയൽ കോസ്റ്റായിട്ട് കണക്കാക്കാവൂ. ഇത് ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഇത് പല പ്രോജക്റ്റിലും ഇതുപോലെ തന്നെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് പറയാം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒരു 50% മുകളിൽ നമ്മളിത് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. കാരണം അങ്ങനെ വരുമ്പോൾ ഇത് ഫിനാൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ വി ഷുഡ് ആൾവേസ് ലിമിറ്റ് അവർ റോ മെറ്റീരിയൽ കോസ്റ്റ് അറൗണ്ട് ഒരു 10 to 25% നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് വളരെ നല്ല ഒരു എന്താ പറയുക റീസണബിൾ മാർജിനാണെന്ന് പറയാം. അതുപോലെ ദ ഓവറോൾ വർക്കിംഗ് പ്രോസസ് ഷുഡ് ബി മെയിൻറ്റെയിൻ അറ്റ് 20 to 40% ഓഫ് ദ ടോട്ടലായിരിക്കണം. അപ്പോൾ ടോട്ടൽ ഫിനാൻസിങ്ങിൻ്റെ ഒരു ഇത്രയും മാത്രമേ അത് വരാവൂ. നെക്സ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ സെയിൽസ്, അതിൻ്റെ സ്റ്റോറിങ് എക്സെട്ര ഷുഡ് ബി അറ്റ് 30 to 50% മാർജിൻ ആയിരിക്കണം. നെക്സ്റ്റ് ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് പോലും ഒരു 30 to 50% നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും നമ്മൾ ടോട്ടൽ ഫിനാൻസിൻ്റെ 50% കൂടുതൽ നമ്മൾ കടം എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ പ്രോഫിറ്റബിലിറ്റിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഫിനാൻസിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫിനാൻസിങ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഒരു മാക്സിമം ത്രെഷോൾഡ് ലിമിറ്റ് 50% ഓഫ് ദ ഫിനാൻസ് മാത്രമേ നമ്മൾ ഇതിൽ കണക്കാക്കാവൂ. അതായത് അതിൽ കൂടാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ദ 6th ആസ്പെക്റ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ അനാലിസിസ് ടു പ്രൊജക്റ്റ് ദ പ്രോഫിറ്റബിലിറ്റിയാണ്. അതായത് ഓവറോൾ എത്ര പ്രോഫിറ്റ് വരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ഒരു വലിയൊരു ഡീറ്റെയിൽഡ് അക്കൗണ്ടിങ് അനാലിസിസ് ആണ്. ഒരുപാട് ആസ്പെക്ട്സ് നമ്മൾ ഈ പ്രോഫിറ്റബിലിറ്റി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അതായത് ഈ പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവുകൾ നോക്കുക. നെക്സ്റ്റ് ടോട്ടൽ സെയിൽസ് എക്സ്പെൻസസ്, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അഡ്വർടൈസിങ്, എവറിത്തിങ്, ടോട്ടൽ സെയിൽസ് എക്സ്പെൻസസ്. നെക്സ്റ്റ് റോയൽറ്റി ആൻഡ് നോ ഹൗ പേയബിൾ, അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന റോയൽറ്റി ഫീ. നെക്സ്റ്റ് സ്കില്ലിനൊക്കെ പേ ചെയ്യുന്ന നോ ഹൗ പേയ്സൊക്കെ സം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിലുള്ള ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടും. അതായത് A+B+C+D കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ടോട്ടൽ സെയിൽസ് എക്സ്പെൻസസ്, റോയൽറ്റി ആൻഡ് നോ ഹൗ പേയബിൾ കൂടി ചേർത്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് നമ്മൾ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് കാണേണ്ടത് എക്സ്പെക്റ്റഡ് സെയിൽസ് കാണണം. അതായത് എത്രമാത്രം നമുക്ക് വിൽക്കാൻ ഉള്ള സാധ്യതയുണ്ട്, അത് എത്ര ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ in profitability projection. The next we have to find out gross profit before interest. That we have to calculate the profit of the firm before paying the interest of various financial debt. The next we will understand the total financial expenses. The financial expenses consist of interest on term loans, interest on bank borrowings, commitment charges on term loans, and commission for bank guarantees, etc. Therefore, in this step we will identify the total financial expenses. അതായത് നമ്മൾ വിവിധ സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ സോഴ്സിൽ നിന്നുള്ള ഫിനാൻസിനനുസരിച്ചുള്ള പേയ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. Next, find out the depreciation. Then especially related to capital intensive project, it is one of the important item is depreciation. That is the depreciation charge.
therefore that should be also included. Depreciation should be also included in the financial profitability projections. The next we will find out the operating profit. This operating profit is equal to gross profit before interest minus total financial expenses and depreciation. Depreciation is considered to be a cash outflow. At the same time, total financial expense is also treated as a cash outflow. അതായത് ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷനും അതുപോലെ ഫിനാൻഷ്യൽ എക്സ്പെൻസും രണ്ടും ഒരു ചിലവിനത്തിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് രണ്ടും എപ്പോഴും നമ്മുടെ പ്രോഫിറ്റബിലിറ്റി പ്രൊജക്ഷനിൽ കുറച്ചുകൊണ്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് we have to include other incomes, that is income arising from transaction not a part of normal operation of the firm. അതായത് മറ്റ് പല രീതിയിൽ നിന്ന് നമുക്ക് വരുന്ന other income should be also included. For example, നമ്മളിപ്പോൾ ഒരു മെഷീനറി നമ്മൾ സെയിൽ ചെയ്യാണ്, അല്ല ഒരു സ്ക്രാപ്പ് ഐറ്റംസ് നമ്മൾ മാർക്കറ്റിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന അതർ ഇൻകം ഷുഡ് ബി ആൾസോ ഇൻക്ലൂഡ്. ദെൻ നെക്സ്റ്റ് റിട്ടേൺ ഓഫ് ദി പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് റിട്ടേൺ ഓഫ് ആയിട്ട് കാണണം. അതായത് നമ്മളത് എഴുതി തള്ളുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തുടക്കത്തിൽ വരുന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെടാതെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രിലിമിനറി ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഒരു ചെലവിനത്തിൽ കണ്ടിട്ട് അതും നമ്മൾ അതായത് നമ്മളത് ശരിക്കും പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടാവില്ല, അതൊക്കെ നമ്മൾ ഇതിൽ കാൽക്കുലേഷൻ്റെ ഭാഗത്തിൽ നമ്മൾ കൂട്ടണം നടത്തും. നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ഫൈൻഡിങ് ഓൾ ദീസ് തിങ്സ് നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ ഐദർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ പ്രൊജക്റ്റ് ആയിരിക്കും. ബട്ട് ഇറ്റ് ഷുഡ് ബി ബിഫോർ ടാക്സേഷൻ ആണ്. അതായത് നമുക്കിനി ടാക്സ് അടക്കാനുണ്ട്. അപ്പോൾ ആ ടാക്സിന് മുമ്പുള്ള ഒന്നുകിൽ നമുക്ക് വരുന്ന പ്രൊജക്റ്റിൽ നിന്ന് വരുന്ന ലാഭമായിരിക്കാം അല്ലെങ്കിൽ നഷ്ടമായിരിക്കാം, അതുവരെയുള്ള സ്റ്റേജ് നമ്മൾ എത്തുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകം മൈനസ് പ്രിലിമിനറി എക്സ്പെൻസസ് ആയിരിക്കും. ദ നെക്സ്റ്റ് നമ്മൾ വി ഷുഡ് ഇൻക്ലൂഡ് ദ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അതായത് എത്രയാണ് നമ്മളുടെ ടാക്സ് ബേർഡൻ എന്ന് പറഞ്ഞാൽ ആ ടാക്സ് ബേർഡൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടാക്സ് ആക്ട് ആയിരിക്കും. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ്, ഇപ്പോൾ GST ഒക്കെ ചേരുന്ന തരത്തിലുള്ള ടാക്സ് റിജ്യൂം ആയിരിക്കും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻറ്റ് റെഗുലേഷൻസ് ആയിരിക്കും. ദാറ്റ് പ്രൊവിഷൻ ഓഫ് ടാക്സ് ഈസ് എ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസാണ്. ആ എക്സ്പെൻസും നമ്മൾ ഇതിൽ കാൽക്കുലേഷന് ഭാഗമാക്കണം. ദ നെക്സ്റ്റ് വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ടാക്സ് പേയ്മെൻറ്റ് കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ടാക്സ് പേയ്മെൻറ്റ് കുറച്ചാൽ കിട്ടുന്ന പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ദ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് കാണുന്നത് റീറ്റെയിൻഡ് പ്രോഫിറ്റാണ്. റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് that is equal to retained profit is the difference between profit after tax and dividend payment is referred to as a retained profit. അതായത് retained profit means the profit after tax and dividend payment. അപ്പോൾ നമ്മൾ അവിടുന്ന് ഡിവിഡൻഡ് പേയ്മെൻറ്റ് കൂടെ അതായത് ലെസ് ഡിവിഡൻഡ് പേയ്മെൻറ്റും ചെയ്തതിന് ശേഷമാണ് നമുക്ക് റീറ്റെയിൽഡ് പ്രോഫിറ്റ് വരുന്നത്. ഫൈനലി അതായത് ഒരു പ്രോഫിറ്റബിലിറ്റി പ്രൊജക്ഷൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് വി വിൽ കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് അക്രൂവൽ. അതായത് ആ പ്രൊജക്റ്റിൽ ഫൈനലി എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ നെറ്റ് ക്യാഷ് അക്രൂവൽ എന്ന് പറയുന്നത്. ദി നെറ്റ് ക്യാഷ് അക്രൂവൽ ഫ്രം ഓപ്പറേഷൻ ഈസ് ഈക്വൽ ടു റീറ്റെയിൻഡ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് റൈറ്റ് ഓഫ് ദ പ്രിലിമിനറി എക്സ്പെൻസസ് പ്ലസ് അതർ നോൺ ക്യാഷ് ചാർജസ്. ഇത്രയും കൂടെ ചേരുന്നതാണ് നമ്മുടെ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഫൈനലി ആ പ്രൊജക്റ്റിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് ക്യാഷ് അക്രൂവൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റീറ്റെയിൻഡ് പ്രോഫിറ്റ്. നെക്സ്റ്റ് നമ്മൾ വിയർ ആൻഡ് ടിയർ ഒക്കെ കാണണം. ആ പ്രൊജക്റ്റിൽ വരുന്ന എല്ലാ തരത്തിലുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കാണണം,
ദെൻ നെക്സ്റ്റ് പ്രിലിമിനറി ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ അതിൽ നിന്ന് കുറച്ചെഴുതണം. ദെൻ നെക്സ്റ്റ് അതർ നോൺ ക്യാഷ് ചാർജസ് ഒക്കെ ചേർന്നിട്ടാണ് നമ്മളിതിൻ്റെ എന്താ പറയുക പ്രോഫിറ്റബിലിറ്റി പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ഒരു അക്കൗണ്ടിങ് പ്രോസസ്സാണ് നമ്മുടെ ഒരു പ്രോഫിറ്റബിലിറ്റി പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. Then the seventh step of financial profitability projections, അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതായത് ഫിനാൻഷ്യൽ അനാലിസിൻ്റെ സെവൻത്ത് സ്റ്റെപ്പ് ഈസ് ടു prepare the cash flow statement. This statement shows the movement of cash into and out of the firm. അതായത് ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നതും പോകുന്നതുമായിട്ടുള്ള ടോട്ടൽ ക്യാഷ് ഫ്ലോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അനാലിസിൻ്റെ സെവൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ക്യാഷ് ഫ്ലോ ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് എല്ലാ തരത്തിലുള്ള ചെലവിനങ്ങളും നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയും. നെക്സ്റ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ആ പ്രൊജക്റ്റിലേക്ക് നമുക്ക് വന്ന് ചേരുന്ന റിട്ടേൺസ് ആണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ വി ഹാവ് ടു പ്രിപ്പയർ എ ഫോർമാറ്റ് ഫോർ പ്രിപ്പയറിംഗ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ശരിക്കും ദിസ് പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഗിവ് യു ദ entire financial aspect of the project. Normally we prepare a half-yearly cash flow statement for the construction period and annually for an operating period and for more than 1 year's period for managerial purpose. Then this will really help the project managers to understand the direction of the project, whether this project is working smoothly, efficiently, or is that project is creating more profit or not. That all should be understood through the cash flow statement. Therefore, what is the format for a cash flow statement? That is a two-way representation of the financial statement. That is, one side it will show the liabilities of the project and the other side the cash flow statement will give you the various assets that entering into the or used or that is gained in the particular project. That is cash outflows. അതായത് ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമ്മുടെ ചെലവിനത്തിലേക്ക് ക്യാഷ് പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറേ ക്യാഷ് മൂവ്മെൻറ്റ്സ് ഔട്ട് ഓഫ് പോക്കറ്റാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ബട്ട് ഇൻ ടു ദ പ്രൊജക്റ്റ്, അതായത് ക്യാഷ് ഇൻ അല്ലെങ്കിൽ ക്യാഷ് മൂവ്മെൻറ്റ് ക്യാഷ് ഇൻ ടു ദി പ്രൊജക്റ്റാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് അസെറ്റ്സ് ആണ്. അപ്പോൾ ദറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഗിവ് യു ദ ഡിസ്പോസിഷൻ ഓഫ് ഫണ്ട്സ്. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫണ്ട് ഡിസ്പോസിഷൻ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കിട്ടിയിരിക്കുന്ന പൈസ നമ്മൾ എങ്ങനെയാണ് പുറത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും ലയബിലിറ്റി സൈഡ് കാണിക്കുന്നത്. ദെൻ അസെറ്റ് സൈഡിൽ നമുക്ക് കാണുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിലേക്ക് പണം വന്നു ചേർന്നിരിക്കുന്നതെന്നാണ് ഈ രണ്ട് സൈഡും കാണിക്കുന്നത്. അപ്പോൾ വൺ സൈഡ് ഷോസ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് അനദർ സൈഡ് ഷോ ദ ക്യാഷ് ഇൻഫ്ലോ. ദാറ്റ് ഈസ് from where and which are the sources from which we derive the particular money, അല്ലെങ്കിൽ വേരിയസ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ് നമ്മൾ അസെറ്റ് സൈഡിൽ പറയുന്നത്. ലയബിലിറ്റി സൈഡിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രൊജക്റ്റിലുള്ള എന്താ പറയുക പണം ഏതൊക്കെ ചെലവിനത്തിലേക്കാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫോർമാറ്റ് നമുക്ക് പറയും. Then next, this cash flow statement should be also represented in a very systematic way in a balance sheet. Therefore, the preparation of the balance sheet is the final step of the financial analysis. ഒരു ഫിനാൻഷ്യൽ അനാലിസിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതാണ്. This balance sheet has two-fold dimensional representation. One side that will give you the liabilities, just like the cash flow statement. This balance sheet is a very shortest representation of the entire cash flow
സ്ട്രീംസ്. അതായത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മിനി റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ബാലൻസ് ഷീറ്റ് വിൽ ഗിവ് യു ദ ലയബിലിറ്റി സൈഡ് ആൻഡ് ദ അസെറ്റ് സൈഡ്. നമുക്ക് രണ്ട് സൈഡ് നമുക്ക് പരിചയപ്പെടാം. ലയബിലിറ്റീസ് ഷോസ് ദ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. അതായത് എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ റിട്ടേൺസ് അല്ലെ റിട്ടേൺഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ എന്താ പറയുക ഏതൊക്കെ പിന്നെ കടത്തിൻ്റെ തിരിച്ചടവിലേക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, അതായത് ഏതൊക്കെ ചെലവിനത്തിലേക്കാണ് നമ്മൾ തിരിച്ചടക്കേണ്ടതെന്നാണ് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. ലയബിലിറ്റി സൈഡിൽ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ഷോസ് ദാറ്റ് ദിസ് പ്രൊജക്റ്റ് ഈസ് ഫിനാൻസ്ഡ് ബൈ ഐദർ ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ലാഭവിഹിതം ലാഭമൊക്കെ നമ്മൾ പിന്നെ കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. നെക്സ്റ്റ് ഓൾ ദ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതായത് റിസർവ്സ് ക്യാപിറ്റൽ റിസർവ്സ് ഉണ്ടാവും, അതേപോലെ ജനറൽ റിസർവ്സ് ഉണ്ടാവും. നെക്സ്റ്റ് സെക്യൂർഡ് ലോൺസ് ഉണ്ടാവും, ഡിബെഞ്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അൺസെക്യൂർഡ് ലോൺസ് ഉണ്ട്, സെക്യൂർഡ് ലോൺസ്, അൺസെക്യൂർഡ് ലോൺസ്, ഇതൊക്കെ ഓരോ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഒക്കെ നമ്മളതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്. ദാറ്റ്സ് ഓൾ കം അണ്ടർ ലയബിലിറ്റി സൈഡ്. ദ നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് അതർ പ്രൊവിഷൻസ് that should be also included. Provisions include mainly tax provisions and provisions for provident fund, provision for pension and gratuity, provision for proposed dividends. ഇതൊക്കെയാണ് പ്രൊവിഷൻസ്. ഇതൊക്കെ നമ്മൾ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ മറ്റെല്ലാ തരത്തിലുള്ള ലയബിലിറ്റീസും നമ്മൾ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ അസെറ്റ് സൈഡ്. ഏതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്ന അസെറ്റ്സ് നോക്കാം. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെലവിനോ വരവ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വരവിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് അസെറ്റ് സൈഡിൽ ഫിക്സഡ് അസെറ്റ് ആണ്. അതായത് നമുക്കറിയാം പ്രൊജക്റ്റിലെ ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞാൽ all the tangible long lived resources already used for goods and services ആണ്. but it is also subject to depreciation ആണ്. അപ്പോൾ ഫിക്സഡ് അസെറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം ബിൽഡിങ് മെഷീനറീസ് മറ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഫിക്സഡ് അസെറ്റിലേക്ക് പെടുത്താം. പക്ഷേ അവിടെ മെയിൻ്റനൻസ് എന്നുള്ളത് ഒരു ചെലവിനത്തിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ചെലവ് നമ്മൾ കുറച്ച് കൊണ്ടുവേണം അത് അസെറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് റെപ്രസെൻ്റ് ദ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഓൺഡ് ബൈ ദ ഫേം ആണ്. അപ്പോൾ ആ ഫേമിൻ്റെ തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഓണർ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതൊരു അസറ്റായിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് കറണ്ട് അസറ്റ്സ് ആൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ദാറ്റ് ഈസ് current asset loans and advances consist of cash, debtors, inventories and other different kinds ആണ്. and other advances made by the firm, അതൊക്കെ ആ ഒരു ഫേമിൻ്റെ ഒരു അസറ്റായിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസ്, ദാറ്റ് ഷുഡ് ബി ആൾസോ കൺസിഡേർഡ് അണ്ടർ ദ അസറ്റ് സൈഡ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അനാലിസിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൺ സൈഡ്, ദാറ്റ് ഈസ് ലയബിലിറ്റീസ്, and other side we will represent the asset side. The next there are certain things that we should consider, or certain information is very essential for preparing this balance sheet. അതായത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് നമ്മളെപ്പോഴും അത്യാവശ്യമാണ്. കാരണം ഇറ്റ്സ് എ കണ്ടിന്യൂവേഷനാണ്, കഴിഞ്ഞ വർഷത്തെ ആവശ്യമുണ്ടാകും. അപ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഓൾ ദ പ്രൊജക്റ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിങ്സ് ഫോർ ദ കറണ്ട് ഇയർ. ഈ കറണ്ട് ഇയറിൽ നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. കാരണം അതൊക്കെ ഈ ഒരു ബാലൻസ് ഷീറ്റിൽ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അതുപോലെ ഫൈൻഡ് ഔട്ട് ഓൾ ദ സോഴ്സസ്, അതായത് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ സോഴ്സസ് ഫോർ ന്യൂലി റേസ്ഡ് ക്യാപിറ്റൽ ഇൻ ദി കറണ്ട് ഇയർ. അതായത് കറണ്ട് ഇയറിൽ നമ്മൾ റേസ് ചെയ്യുന്ന പുതിയ എല്ലാ തരത്തിലുള്ള ഫണ്ടിൻ്റെ സോഴ്സുകളും അതിൻ്റെ ഫിനാൻസിങ്ങും ഒക്കെ നമ്മൾ
ഒരു പ്രത്യേക രീതിയിൽ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ഡെപ്റ്റ്, നമ്മൾ മുന്നേ വാങ്ങിച്ചതായിട്ടുള്ള പല കടങ്ങൾ അതിൻ്റെ തിരിച്ചടവൊക്കെ നമ്മൾ പ്രസൻറ്റ് പീരീഡിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ മുന്നേ വാങ്ങിച്ച കട ആണെങ്കിലും ഇപ്പോഴ് അതിന് തിരിച്ചടവ് നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെലവിനത്തിൽ നമ്മൾ കരുതി കാൽക്കുലേഷൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ നെക്സ്റ്റ് ഔട്ട്ലേസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, നെക്സ്റ്റ് ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് കറണ്ട് അസറ്റ്, ചേഞ്ച് ഇൻ ദി അതർ അസറ്റ്സ് ആൻഡ് all the cash transactions should be noted in order to prepare this balance sheet. So these are things that we studying in a financial analysis. Once again I will repeat all the steps. That is in financial analysis, first we will calculate the cost of the project, then next we will identify the means of financing the project. At first we will calculate the cost of the project, then next we will I will take the steps again. That is, first we will calculate the cost of the project, then next means of financing the project, therefore identify the various source of financing the project, then next prepare the estimates of sales and production, then move on to the preparation of the cost of production, then next prepare the working capital requirement and its financing, then next calculate the profitability projection, then in the seventh step we will prepare the projected cash flow statement, and finally we will represent all these transactions in a balance sheet. These are things that come under the financial analysis. Thank you.